ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ ടിമ്പർ എന്ന ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ടിമ്പറിലെ രണ്ടാമത്തെ പാർട്ടാണിത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും ടിമ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടിമ്പർ എന്ന ചാപ്റ്റർ കുറച്ച് ഈസിയാണെന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കാതെ പോകരുത്. കാരണം കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ PVQ ആൻഡ് MCQ എന്നൊരു സെക്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഓരോ ടോപ്പിക്ക് വൈസ് നിങ്ങൾക്കത് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവർസിയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോസ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗുഡെന്നോ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നോ, വീഡിയോ കൊള്ളാമെന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ അസേർഷനായിട്ട് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഫൈബർ ഈസ് എ ടൈപ്പ് ഓഫ് സീസണിങ് ഡിഫക്റ്റ് ഇൻ വുഡ്. ഓക്കെ, അതിൻ്റെ റീസൺ പറയുന്നത് സീസണിങ് ഓഫ് ടിമ്പർ ഈസ് എ ജനറൽ റിക്വയർമെൻറ്റ് ഫോർ സ്ട്രക്ചറൽ പർപ്പസ്. ഓക്കെ, ഇത് രണ്ടും ശരിയാണോ? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ? കമൻറ്റ് ചെയ്ത് എല്ലാവരും. സ്പ്ലിറ്റിംഗ് ഓഫ് ഫൈബർ ഈസ് ടിപ്പിക്കലി സീസണിങ് ഡിഫക്റ്റ് ഇൻ വുഡ്. ഓക്കെ, സ്പ്ലിറ്റിംഗ് ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ സീസണിങ്ങിലെ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ജനറൽ റിക്വയർമെൻറ്റ് ഫോർ സ്ട്രക്ചറൽ പർപ്പസ്. സീസണിങ് എന്ന് പറയുന്നത് നമുക്ക് മസ്റ്റായിട്ട് ആവശ്യമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ അസർഷൻ്റെ കറക്റ്റ് റീസൺ ആണോ രണ്ടാമെന്ന് പറയുന്നത്? അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഏത് പറയാം? ആൻസർ വരുന്നത് ബോത്ത് A ആൻഡ് R true, but R is not a correct explanation of A. ഓക്കെ, ഓപ്ഷൻ B ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, പക്ഷേ അത് മറ്റൊന്നിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് തരും. ആ ഒരു ടൈമിൽ നിങ്ങൾ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫക്റ്റ് വിച്ച് ഡെവലപ്പ് ഡ്യൂ ടു അൺകൺട്രോൾഡ് ആൻഡ് നോൺ യൂണിഫോം ലോസ് ഓഫ് മോയ്സ്ചർ ഫ്രം വുഡ് ഈസ് നോൺ ആസ് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് എന്നാണ്. ഓക്കെ, ഓപ്ഷനിൽ നോട്ടുണ്ട്, ഷേക്ക് ഉണ്ട്, വാർപ്പിംഗ് ഉണ്ട്, ക്രോസ് ഗ്രെയിൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതാണ് പറയുന്നത് ഡിഫക്റ്റ് വിച്ച് ഡെവലപ്പ് ഡ്യൂ ടു അൺകൺട്രോൾഡ് ആൻഡ് നോൺ യൂണിഫോം ലോസ് ഓഫ് മോയ്സ്ചർ ഫ്രം വുഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതെന്നാണ്. നോട്ട് നമുക്ക് ഏത് പറയാം? നമ്മുടെ നാച്ചുറൽ ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്നതാണ്. അത് തന്നെയാണ് ഷേക്കോ അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണെടാ? ആൻസർ ഏത് പറയാം? ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ആണ്, വാർപ്പിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. വാർപ്പിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഒരു ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ആണ് വാർപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫക്റ്റ് ഇൻ ടിമ്പർ വിച്ച് ഈസ് ഡ്യൂ ടു ഓവർ മെച്യൂരിറ്റി ഓർ ബൈ പ്യുവർ വെന്റിലേഷൻ ഡ്യൂറിങ് സ്റ്റോറേജ്. ഓക്കെ, ഓവർ മെച്യൂരിറ്റി കാരണം അതുപോലെ തന്നെ പ്യുവർ വെന്റിലേഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഫോക്സിനെസ് ഉണ്ട്, ഡ്രഗ്സിനെസ് ഉണ്ട്, അപ്സെറ്റ് ഉണ്ട്, കേസ് ഹാർഡനിങ് ഉണ്ട് അല്ലേ. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ്, ഫോക്സിനെസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോക്സിനെസ്സിൻ്റെ മറ്റു റീസൺ എന്തൊക്കെയാണ്? നമുക്ക് ഓവർ മെച്യൂരിറ്റി പറയാം, അതുപോലെ തന്നെ പ്യുവർ വെന്റിലേഷനും പറയാം, അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻ മാർഷി സോയിലും ട്രീസ് വളരുന്നത് ഈ ഒരു ഫോക്സിനെസ് എന്ന ഡിഫക്റ്റിന് കാരണമാകാം. ഈ ഫോക്സിനെസ് എന്ന് പറയുന്ന ഡിഫക്റ്റ് എന്താണ്? നമ്മുടെ പിത്തിന് ചുറ്റും ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ റെഡിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് സ്പോട്ട് ഫോം ചെയ്യുന്നതിനാലെ പിത്തിന് ചുറ്റും ഫോം ചെയ്യുന്ന ഒരു ഡിഫക്റ്റാണ് ഫോക്സിനെസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രഗ്സിനെസ് ആണെങ്കിലോ, ഡ്രഗ്സിനെസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് പ്രസൻസ് ആകുന്നതിനെയാണ് നമ്മൾ ഡ്രഗ്സിനെസ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇങ്ങനെയുള്ള ഡിഫറൻസ് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂ ടു അറ്റാക്ക് ഓഫ് ഡ്രൈ റൂട്ട് ദ ടിമ്പർ. അറ്റാക്ക് ഓഫ് ഡ്രൈ റൂട്ട് കാരണം ടിമ്പറിന് എന്ത് സംഭവിക്കുമെന്നാണ്. ഓപ്ഷനിൽ ക്രാക്ക് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, ഷ്രിങ്സ് ഉണ്ട്, ഹാർഡൻസ് ഉണ്ട് അല്ലേ. ആൻസർ ഏതാണ്? ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾ പിക്ക് ചെയ്തേ. ഇതിൽ ആൻസർ ഏതാ വരിക? ഡ്യൂ ടു അറ്റാക്ക് ഓഫ് ഡ്രൈ റൂട്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഡ്രൈ റൂട്ട് എന്ന് പറയുന്നത് ഡ്രൈ റൂട്ട് കാരണം നമ്മുടെ ടിമ്പർ എന്താണ് ആകുന്നത്? പൗഡർ ഫോമിലോട്ടാണ് ആകുന്നത് അല്ലേ.
സോ ഇവിടെ പൗഡർ ഫോം എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ചപ്പോൾ ഇവിടെ ആൻസറായിട്ട് എടുത്തിരുന്നത് ഓപ്ഷൻ സി ആണ്, ഷ്രിങ്ക്സ് ആണ് അവിടെ ആൻസറായിട്ട് എടുത്തിരുന്നത്. എന്നാൽ ഓപ്ഷനിൽ ഈ ഷ്രിങ്കും അതുപോലെ തന്നെ പൗഡറും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെടുക്കുക, പൗഡറാണ് കറക്റ്റ് ആൻസറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, പൗഡറാണ് കറക്റ്റ് ആൻസറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ പൗഡർ ഇല്ലാത്തത് കാരണം ഈ ഒരു ഓപ്ഷൻ സി നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പം ഡ്രൈ റൂട്ട് കാരണം ടിമ്പർ പൗഡർ ഫോമിലോട്ടാണ് ആകുന്നത്. ഇവിടെ പൗഡർ എന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഷ്രിങ്ക്സ് നമുക്ക് ഓപ്ഷൻ സി നമുക്ക് അവിടെ ആൻസറായിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, ദ സൈസ് ഓഫ് പിന്നോട്ടിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നോട്ടിൻ്റെ ടൈപ്സ് ആണ് ഏതൊക്കെയുണ്ട്. പിന്നോട്ടുണ്ട്, സ്മാൾ നോട്ടുണ്ട്, മീഡിയം നോട്ടുണ്ട്, അതുപോലെ തന്നെ ലാർജ് നോട്ടുണ്ട് അല്ലേ. പിന്നോട്ടിൻ്റെ സൈസ് ഏതാണ്? അപ് ടു 6.5 mm ആണ് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സ്മാൾ നോട്ടാണെങ്കിലോ 6.5 മുതൽ 20 mm വരെയും, മീഡിയം നോട്ടാണെങ്കിൽ 20 to 40 mm വരെയും, ലാർജ് നോട്ടാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 40 mm ആണ് അവിടെ സൈസ് പറയുന്നത്. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം നോക്കാം. ദ അൾട്ടർനേറ്റീവ് ഡ്രൈ ആൻഡ് വെറ്റ് കണ്ടീഷൻസ് കേസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടിമ്പർ. അൾട്ടർനേറ്റീവ് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ കാണിക്കുന്നത് ഏതാണ്? നമുക്കറിയാം വെറ്റ് റൂട്ടാണല്ലേ, വെറ്റ് റൂട്ടാണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി. ദെൻ ഏഴാമത്തെ ചോദ്യം നോക്കാം. ഫ്രം ദ ഫോളോവിങ് വിച്ച് ഡിഫക്റ്റ് ഒക്കർ ഡ്യൂ ടു സീസണിങ് ഓഫ് ടിമ്പർ. സീസണിങ് ഓഫ് ടിമ്പർ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ ഏതൊക്കെയാണ്? ഓപ്ഷനിൽ ട്വിസ്റ്റഡ് ഫൈബർ ഉണ്ട്, ഡ്രൈ റൂട്ട് ഉണ്ട്, ഹണി കോമ്പിംഗ് ഉണ്ട്, സ്പ്രേയിങ് ഉണ്ട്. ഇതിലേതാണ് ആൻസർ? ആൻസർ ഏതാണ്? നമ്മുടെ സീസണിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ഹണി കോമ്പിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഹണി കോമ്പിംഗ് ആണ്. സീസണിങ് ഓഫ് ടിമ്പർ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റുകളിൽ ഒന്നാണ് ഹണി കോമ്പിംഗ്. ഹണി കോമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഡിഫക്റ്റാണ് പറയുന്നത്? ഹണി കോമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രൈയിങ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സ്ട്രെസ് മൂലം ആ ഒരു ഇൻറ്റീരിയർ പോർഷനിൽ ഒരു സർക്കുലർ അല്ലെങ്കിൽ റേഡിയൽ ക്രാക്ക് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ, ഹണി കോമ്പിംഗ്. ഇനി ഈ ഒരു ട്വിസ്റ്റഡ് ഫൈബർ ഏത് ഡിഫക്റ്റിലാണ് വരുന്നത്? ട്വിസ്റ്റഡ് ഫൈബർ നമ്മുടെ നാച്ചുറൽ ഡിഫക്റ്റിലാണ്, നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിലാണ് ട്വിസ്റ്റഡ് ഫൈബർ അല്ലെങ്കിൽ വാണ്ടറിങ് ഹാർട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ചോദ്യം, ദ ഡിഫക്റ്റ് കേസ്ഡ് ബൈ വിൻഡ് കോൺസ്റ്റന്റ്ലി ടേണിംഗ് ദ ട്രങ്ക് ഇൻ ഓൺ ഡയറക്ഷൻ. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻ എ പറയാം അല്ലെ, ട്വിസ്റ്റഡ് ഫൈബർ. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, crushing of fiber running transversely during the growth of tree due to strong wind is known as. ഏതാണ്? ക്രഷിംഗ് ഓഫ് ഫൈബർ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? അപ്സെറ്റ് ഉണ്ട്, എൻഡ് സ്പ്ലിറ്റ് ഉണ്ട്, ട്വിസ്റ്റഡ് ഫൈബർ ഉണ്ട്, റെൻഡുകളുണ്ട് അല്ലേ. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ ക്രഷിംഗ് ഫൈബർ ആണ്. സോ നമുക്ക് ആൻസർ പറയാം ഓപ്ഷൻ എ അല്ലേ, അപ്സെറ്റ് അല്ലെങ്കിൽ റപ്ചർ എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, identify the defect occur to timber when it is converted to commercial form. കൊമേഴ്സ്യൽ ഫോം കൺവേർഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കൺവേർഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓപ്ഷനിൽ വെയിൻ ഉണ്ട്, സാപ്പ് സ്ട്രെയിൻ ഉണ്ട്, കാലസ് ഉണ്ട്, ഡ്രഗ്സിനസ് ഉണ്ട് അല്ലേ. ആൻസർ ഏതാണടാ? കൺവേർഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ വെയിൻ ആണ് ഇവിടെ ആൻസർ വരുന്നത് അല്ലേ. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒറിജിനൽ റൗണ്ടഡ് സർഫേസ് പ്രസൻ്റ് ആയിരിക്കുന്നതിനാണ് വെയിൻ എന്ന് പറയുന്നത്. Okay, then next question, the portion from which branch is removed receive nourishment from the stem for a pretty long time and ultimately result in the formation of dark ring is called. ഏതാണ്? ഓപ്ഷനിൽ നോട്ട് ഉണ്ട്, ഷേക്ക് ഉണ്ട്, പിത്ത് ഉണ്ട്, ബാർക്ക് ഉണ്ട് അല്ലേ. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്, നോട്ടാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question, in respect of moisture content in wood, the fiber saturation point refers to which one of the following? Okay, fiber saturation point അവിടെ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷനിൽ ഫ്രീ വാട്ടർ പ്രസൻറ്റ് ഇൻ ദ സെൽ, ഓപ്ഷൻ ബി ഫ്രീ വാട്ടർ പ്രസൻറ്റ് ഇൻ സെൽ വാൾ ആൻഡ് സെൽ ക്യാവിറ്റീസ്, നോ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ സെൽ വാൾസ് ആൻഡ് സെൽ ക്യാവിറ്റീസ്, നോ ഫ്രീ വാട്ടർ എക്സിസ്റ്റ് ഇൻ സെൽ ക്യാവിറ്റീസ് ബട്ട് സെൽ വാൾസ് ആർ സാച്ചുറേറ്റഡ്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈബർ സാച്ചുറേഷൻ പോയിന്റിനെ പറ്റിയിട്ടാണല്ലേ. ആൻസർ ഏതാണ് വരിക? ആൻസർ നമുക്കറിയാം, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഫൈബർ സാച്ചുറേഷൻ പോയിന്റിൻ്റെ ആ ഒരു കറക്റ്റ് ഡെഫിനിഷൻ അതാണ്. നമ്മുടെ സെൽ ക്യാവിറ്റീസിൽ ഫ്രീ വാട്ടർ ഒന്നും കാണത്തില്ല, എന്നാൽ നമ്മുടെ സെൽ വാൾസിൽ അത് സാച്ചുറേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നത്. ഫൈബർ സാച്ചുറേഷൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ വിത്തൗട്ട് യൂസിങ് എനി പ്രിസർവേറ്റീവ്സ്? ഒരു പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാതെ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷനിൽ ചെയറിംഗ് ഉണ്ട്, സ്പ്രേയിങ് ഉണ്ട്, അസ്ക്യൂ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ബ്രഷിംഗ് ഉണ്ട് അല്ലേ? ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഏതാണടാ? ആൻസർ ഏതാണ് നമുക്ക് പറയാം, ഓപ്ഷൻ എ ആണ്, ചെയറിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ചെയറിംഗ് ചെയ്യുന്നത് നമ്മൾ എത്ര ഡെപ്തിലാണ് ചെയ്യുന്നത്? 15 mm അല്ലേ? 15 mm ഡെപ്തിലാണ് നമ്മൾ ആ ഒരു ടിമ്പർ പീസിന് കുറച്ച് സമയം ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൽ സീസൺഡ് ടിമ്പർ മേ കണ്ടെയ്ൻ മോയ്സ്ചർ അപ് ടു. ഓക്കെ, വെൽ സീസൺഡ് ടിമ്പറിൽ മോയ്സ്ചർ പെർസെൻറ്റേജ് എത്രയാണ് ഉണ്ടാകുന്നത്? ഓപ്ഷനിൽ 4 to 6% ഉണ്ട്, 6 to 8% ഉണ്ട്, 8 to 10% ഉണ്ട്, 10 to 12% ഉണ്ടല്ലേ? ഏതാണ് ആൻസർ വരിക? വെൽ സീസൺഡ് ടിമ്പർ ആണെങ്കിൽ 10 മുതൽ 12% വരിക. സോ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, as per IS 399 classification of commercial timber and their zonal distribution, weight per cubic meter of various timber is standardized at the moisture content. ഓക്കെ, ഓപ്ഷനിൽ 6% ഉണ്ട്, 8% ഉണ്ട്, 10% ഉണ്ട്, 12% ഉണ്ട് അല്ലേ? നമ്മൾ ടിമ്പറിൻ്റെ വെയിറ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉള്ളപ്പോഴാണ്? ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ? ഓപ്ഷൻ ഡി ആണ്, 12% ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ചെയ്യേണ്ടത്. സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസ് ദ സ്ട്രെങ്ത് അല്ലെ? സീസണിങ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കൂടാറുണ്ട്, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസ് ദ ലൈഫും കൂട്ടാറുണ്ട്, അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട് ഇൻ ഡയമെൻഷനലി സ്റ്റേബിൾ ആണ് ആക്കുന്നതല്ലേ? സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ഡൺ ഫോർ. ഓക്കെ, ഓപ്ഷനിൽ ഇൻക്രീസ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് ടിമ്പർ ഉണ്ട്, ഡിക്രീസിങ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, റെഡ്യൂസിങ് റഫ്നെസ് ഓഫ് ടിമ്പർ ഉണ്ട് അല്ലേ? ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? നമുക്ക് ചിലക്കെങ്കിലും ഓപ്ഷൻ ബിയും സിയും കൺഫ്യൂഷൻ വരാം. പക്ഷേ സീസണിങ് ഓഫ് ടിമ്പർ എന്ന് പറയുന്നത് അതിൽ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് ടിമ്പർ അത് ഒരു പരിധിവരെ ശരിയാണ്, പക്ഷേ അതിനും കൂടുതലും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയ ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആണ്. ആ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഓപ്ഷൻ സി ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question, permissible moisture content in timber doors of thickness 50 mm and above in zone 4 is. ഓക്കെ, നമുക്ക് ആ ഒരു സോൺ 4 വരുന്നത് ഏതാണ്? ഓപ്ഷനിൽ 12% ഉണ്ട്, 16% ഉണ്ട്, 14% ഉണ്ട്, 20% ഉണ്ട് അല്ലേ? അതിലേതാണ് ആൻസർ വരിക? നമുക്കറിയാം, നമ്മുടെ ആ ഒരു ആവറേജ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് 4 സോണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ആവറേജ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാരണം ഹ്യൂമിഡിറ്റി ബേസ് ചെയ്തിട്ട് 4 സോണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആനുവൽ ആവറേജ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 ആണ്. അതിൽ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ് പറയുന്നത്? സോൺ 1 ആണെങ്കിൽ <40% ആണ്. അതുപോലെ സോൺ 2 ആണെങ്കിലോ 40 to 50% ആണ്. ദെൻ സോൺ 3 പറയുന്നത് 50 to 60% ആണ്, 50 to 60% ആണ്. സോൺ 4 പറയുന്നത് ഗ്രേറ്റർ ദാൻ 67, ഇവിടെ സോൺ 3 50 to 67% ആണ് കേട്ടോ. 50 to 67% ആണ് പറയുന്നത്. സോൺ 4 ഗ്രേറ്റർ ദാൻ 67% ആണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പെർസെൻറ്റേജ് പ്രകാരം നമ്മൾ ഈ ഒരു സോൺ പ്രകാരം നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസിൽ നമ്മൾ ഓരോ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പറയുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസ് എടുക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് 50 mm കുറവാണെങ്കിൽ, ഓക്കെ, 50 mm തിക്നെസ് കുറവാണെങ്കിൽ അവിടെ നമ്മൾ ഓരോ സോൺ ബേസിൽ എടുക്കുകയാണെങ്കിൽ 8%, 10%, 12%, 14%. അതായത് ഇത് 8% സോൺ 1, 10% സോൺ 2, 12% സോൺ 3, 14% സോൺ 4. ഓക്കെ, ഇനി തിക്നെസ് 50 mm കൂടുതലാണെങ്കിൽ അവിടെ പറയുന്നത് 10%, 12%, 14%, 16%. ഓക്കെ, ഇനി ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ നമ്മുടെ ബീം അതുപോലെ തന്നെ റാഫ്റ്റർ അതിനൊക്കെയാണെങ്കിൽ നമ്മൾ പറയുന്നത് 12%, 14%, 17%, 20% ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ
റേഞ്ച് ഏത് മുതലാണെന്ന് ചോദിച്ചിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഒരു തിക്നെസ് ഡോർസാൻ്റെ വിൻഡോസിൽ തിക്നെസ് 50 mm കുറവാണെങ്കിൽ അവിടുത്തെ റേഞ്ച് നമുക്ക് പറയാം 8 to 14% എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പറയാം 10 to 16% എന്ന് പറയാം. ഇവിടെയും നമുക്ക് പറയാം 12 to 20% എന്ന് പറയാം. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ പെർസെൻറ്റേജ് ഇങ്ങനെ റേഞ്ച് ബേസിലും ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ആൻസർ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോൺ 4 ആണ് ചോദിച്ചിരിക്കുന്നത്. സോൺ 4 ആണ്. അതുപോലെ തന്നെ തിക്നെസ് പറയുന്നത് >50 mm ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 16% ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിക്കുക. സോൺ നമ്മുടെ ആനുവൽ ആവറേജ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പ്രകാരം 4 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. സോൺ 1 <40%, സോൺ 2 40 to 50%, സോൺ 3 50 to 67%, സോൺ 4 പറയുന്നത് >67%. അതുപോലെ തന്നെ ഈ ഒരു ഓരോ സോണിലും അതുപോലെ തന്നെ തിക്നെസ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജും ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The defect in timber which is due to over maturity or pure ventilation during storage ഏതാണ്? ഓവർ മെച്യൂരിറ്റി കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ് നമുക്ക് പറയാം? ഫോക്സിനെസ് ആണ്. ഓപ്ഷൻ എ ആണ്. ഫോക്സിനെസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീസണിങ് അതുപോലെ തന്നെ ഡിഫക്റ്റ് ഫംഗൈ കൺവേർഷൻ അതുപോലെ നാച്ചുറൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് അതുപോലെ തന്നെ സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഇപ്പോൾ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, കുറേ ഡിഫക്റ്റുകൾ തന്നിട്ട് അത് ഏത് സീസണിലാണ് വരുന്നതെന്ന് വരാം. അതുപോലെ നമ്മുടെ ഈ ഡ്രഗ്സിനെസ് ഫോക്സിനെസ്സിൻ്റെ കാരണം നമ്മുടെ ഓവർ മെച്യൂരിറ്റി അതുപോലെ 3 പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ പോയിന്റ്സ് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പോർഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.